Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. ഞാൻ ഇന്നലെ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തോ? ചെയ്തിട്ടുണ്ടായിരുന്നോ എല്ലാവരും? ഇന്നത്തേക്കാണ് പറഞ്ഞത് കേട്ടോ. എന്തായിരുന്നു പറഞ്ഞത്? ഓർമ്മയുണ്ടോ? റിലേഷൻഷിപ്പ് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ നിങ്ങൾ കണ്ടു വന്നിട്ടുള്ളത് സ്കൂളുകളിൽ? മാസ്റ്റർ ആൻഡ് ദ സെർവന്റ് ആണോ, അല്ലെങ്കിൽ ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ആണോ എന്ന് നിങ്ങളുടെ രീതിയിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തു ആരെങ്കിലും? ഇല്ല മാം, എനിക്ക് ലാസ്റ്റ് ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ ഇന്നലത്തോടു കൂടി കഴിഞ്ഞിട്ട് ഇന്നാണ് ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതെയോ? ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. എന്താണ് ചെയ്യാഞ്ഞേ? ഒരു കാര്യം പറഞ്ഞ് ചെയ്യണ്ടേ പിറ്റേ ദിവസം തന്നെ? റനീഷ സലീമൊക്കെ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ, ചെയ്തില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. മാം, ഞാൻ കുറച്ച് എഴുതിണ്ടായിരുന്നു. എന്താണ് എഴുതിയത്? ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ തോന്നുന്ന കാര്യം പറഞ്ഞാലും മതി. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയല്ലോ. എനിക്ക് അങ്ങനെ മൈൻഡിൽ വന്ന ഒരു കാര്യം മാത്രം. ആ, പറഞ്ഞോളൂ. എല്ലാവരും മൈൻഡിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കട്ടെ. മാസ്റ്റർ ആൻഡ് ദ സെർവന്റ് എന്നുള്ളതില് അതിലൊരു മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോ സ്കൂളിലത്തെ കാര്യം തന്നെ വേണമെന്നുണ്ടോ ടീച്ചർ? എന്താ? സ്കൂൾ ബേസ് ആയിട്ട് എന്ന് വെച്ചാൽ സ്കൂളിലത്തെ ആണെന്നുണ്ടോ, അല്ലെങ്കിൽ പുറമെ അങ്ങനെ ഏതെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നത്? അപ്പോ ഒരു നേതാവും പിൻഗാമികളും എന്ന നിലയിലാണ് ഈ മാസ്റ്റർ ആൻഡ് സെർവന്റ്. അപ്പം നേതാവ് എന്ന് പറയുമ്പോ അവിടുത്തെ HM, പിന്നെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണോ? അതായത് ഇന്നലെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല തോന്നുന്നു. നമ്മുടെ സ്കൂളുകളിൽ കണ്ടുവരുന്ന രണ്ട് മെത്തേഡാണ്. ഒന്നെന്ന് പറഞ്ഞാല് മാസ്റ്റർ ആൻഡ് സെർവന്റ്, അതായത് യജമാനനും അതുപോലെ തന്നെ എന്താ പറയാ സെർവന്റും പോലെ ട്രീറ്റ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. മറ്റൊന്ന് ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ്, അതായത് ഒരു നേതാവ് എന്ന രൂപത്തിൽ നിന്നുകൊണ്ട് അവരുമായിട്ട് ഇടപഴകി അവർക്ക് പിൻഗാമികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ആ ഒരു രീതിയിലും ഫോളോ ചെയ്തു പോരുന്ന സ്കൂളുകളുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് പോയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്ന സ്കൂളുകളിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ഷെയർ ചെയ്ത് പറയാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നോക്കിയിട്ട് മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് വരികയാണെങ്കിൽ. പോയിട്ടില്ല എങ്കിലും എന്താ പറയാ അറിയുന്നത് പറയാം. മാസ്റ്റർ ആൻഡ് സെർവന്റ് അല്ലെങ്കിൽ ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ആണെങ്കിലും, ഇന്നലെ ഞാൻ ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു മാം. എന്ന് വെച്ചാൽ ലീഡർ എന്ന് പറയുമ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരു ടീച്ചറും, അല്ലെങ്കിൽ ഇപ്പോ
സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടീച്ചറും തമ്മിലുള്ള ഒരു ഇത്. അപ്പം അല്ലെങ്കിൽ ടീച്ചർ തന്നെ വേണമെന്നില്ല, HM ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം അവർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്കൊന്നും അറിയുന്നില്ല. അവരാണ് അവർക്ക് എങ്ങനെ ക്ലാസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെയാണ് ഒരു സ്കൂളിൽ ട്രെയിനിങ്ങിന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ യാതൊന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് ആയിട്ട് കാൽവയ്ക്കാൻ പോവാണ്, കാൽവയ്പ്പാണ്. അപ്പം അതിന് മുകളിലുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ചില ടീച്ചേഴ്സ് തന്നെ പഠിക്കണം എന്ന് പറയുന്നവരും ഉണ്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നവരും ഉണ്ടാവാം. 2 ടൈപ്സ് ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു തരുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതുപോലെ അവർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. കാര്യം ഓരോ കാര്യങ്ങൾ ഇപ്പൊ കുട്ടികളോട് ഇങ്ങനെ നമുക്ക് കുറച്ചൊക്കെ അറിയാമെങ്കിൽ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും അപ്പൊ കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. കുട്ടികളോട് ഇങ്ങനെ ആണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ കുറച്ചൊക്കെ നമുക്ക് സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓഫീസ് മാനേജ്മെന്റ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. എങ്കിലും അത് എക്സ്പീരിയൻസ് ആവുന്നില്ലല്ലോ, നമ്മൾ അവിടെ ചെയ്ത് പ്രവർത്തിച്ച് വരുന്നില്ലല്ലോ. അപ്പം അത് ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ ഇതായിരിക്കും. ഇപ്പൊ ഒരു കുട്ടി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടി എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത കുട്ടികളും ആക്റ്റീവ് ആയ കുട്ടികളും തമ്മിൽ ഉള്ള വ്യത്യാസം. അപ്പൊ ഒരു കുട്ടി ഇപ്പൊ ഒരു കാലത്തെണീറ്റ് വന്ന ഒരു കുട്ടി മിണ്ടാതിരിക്കുമ്പോ ആ കുട്ടിയെ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് ഒരു ടീച്ചർക്ക് മനസ്സിലാവാം. എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി, ഒന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതും ഡെയിലി കാണുന്ന ടീച്ചേഴ്സിന് മനസ്സിലാവും. അപ്പം ഇത് പെട്ടെന്ന് പോയ എനിക്ക് മനസ്സിലാവില്ലല്ലോ, അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോഴായിരിക്കും ഓരോ കുട്ടികളെയും അവര് എങ്ങനെയാണ് ആ കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് അവര് വാച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ക്ലാസ് എടുക്കുന്നതായാലും മറ്റുള്ള ഓരോ കുട്ടികളുടെ കാര്യങ്ങളായാലും പാരൻസുമായിട്ടുള്ള എന്താ പറയാ ഇന്ററാക്ഷൻ ആയാലും എല്ലാം അവര് ഓരോന്നും പറഞ്ഞു തരുന്ന ടീച്ചേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ സ്വയം അതുമായിട്ട് എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തി പോവുക. അപ്പൊ അതൊക്കെ ലീഡർ ആൻഡ് ദ ഫോളോവേഴ്സിൽ പെടും. കാരണം ലീഡേഴ്സ് എങ്ങനെയാണോ അവര് നമുക്ക് പറഞ്ഞു തരികയാണ്, അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്ത് വരികയാണ്. അങ്ങനെയും ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ ചെയ്തിട്ട് പറഞ്ഞ ടീച്ചർ, എനിക്ക് ബാക്കിയുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വെരി ഗുഡ്. നിത്യ ഹരിദാസ് ഒന്ന് പറയാമോ? നിത്യ ഹരിദാസ്. ടീച്ചറെ, ഞാൻ എന്റെ ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇന്നാണ് റെഗുലറായി ക്ലാസ് കയറാൻ പറ്റിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു ഈ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആണ് കൂടുതലും. മറ്റേ പ്രൈവറ്റ് സ്കൂളുകളിലായിരിക്കും മിക്കവാറും ഈ മാസ്റ്ററും സെർവന്റ് എന്നുള്ള എന്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഗവൺമെന്റ് സ്കൂളിൽ വെച്ചാൽ HM ആണെങ്കിലും മറ്റു ടീച്ചർമാരാണെങ്കിലും എല്ലാവരും ഗവൺമെന്റിന്റെ സ്റ്റാഫാണ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാസ്റ്റർ സെർവന്റ് രീതിയിൽ പോകാൻ പറ്റത്തില്ല. HM സ്കൂളിന്റെ ഒരു ഹെഡാണ്, ലീഡറാണ്. HM ആണ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ആ HM സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മറ്റു ടീച്ചേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിലും HM ഒരു ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിക്കാറുണ്ട്. അപ്പൊ ആ ടീച്ചേഴ്സ് മീറ്റിംഗിൽ മറ്റു ടീച്ചർമാരും കൂടെ അഭിപ്രായം കേട്ടുകൊണ്ടാണ് HM അവിടെ പ്രവർത്തിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? HM ഒരു കാര്യം ഒരു കോള് വന്നു പോയി ഇടയിലേ, അത് കാരണം കുഴപ്പമില്ലല്ലോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം അതാണ്. അപ്പൊ പ്രൈവറ്റ് സ്കൂളുകളിലായിരിക്കും കൂടുതൽ ഈ മാസ്റ്റർ സെർവന്റ് കാണുന്നത്. കൂടുതൽ HM അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ആയിരിക്കുമല്ലോ അവിടുത്തെ മെയിൻ. അപ്പൊ അവരെയൊക്കെ പേടിച്ചുകൊണ്ടായിരിക്കും മറ്റു ടീച്ചേഴ്സ് നിൽക്കുന്നത്. അതേസമയം ഗവൺമെന്റ് സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ ലീഡർ ഫോളോവേഴ്സ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ വർക്ക് ചെയ്ത് അവിടെ ഗവൺമെന്റ് സ്കൂളാണ് വർക്ക് ചെയ്തത്.
അതിൽ തന്നെ ഈ KG സെക്ഷനിലാണ് വർക്ക് ചെയ്തത്. KG സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അപ്രൂവൽ കിട്ടിയിട്ടില്ല, പ്രൈവറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ HOD നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ ഒരു ടീച്ചറാണ്. അപ്പൊ ആ HOD വരുമ്പോ തന്നെ ഇവര് പേടിച്ച് അതിൻ്റെതായ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും, പിന്നെ അതുപോലെ സാലറി ഒക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി 10 ദിവസമൊക്കെ വൈകിയാലും ഇവര് ചോദിക്കൂല, കാരണം അവര് കൊണ്ട് തന്നാലേ ഇവര് വാങ്ങത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പേടി അവർക്കിടയിലുണ്ട്. അതേസമയം ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ടീച്ചറെ. ഓക്കെ, വെരി ഗുഡ്. മോനെ കുറഞ്ഞോ? മോനെ പ്രശ്നമൊന്നും ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഇല്ല, കുറഞ്ഞു. ഓക്കെ, ഇനി ആരാണ്? അഫ്നാമോൾ മൊയ്തീൻ ഉണ്ട് ഇവിടെ? അഫ്നാമോൾ ടീച്ചറെ, ട്രെയിനിങ്ങിന് വേണ്ടി 2 മാസം ആഴ്ച ക്ലാസ്സിൽ കയറണേ, അതുകൊണ്ട് എന്താ എടുക്കണേന്നൊന്നും ഒരു ഇതില്ലാതിരിക്കും. ഓക്കെ, സാരില്ല. പിന്നെ ആരാണ്? ഇനി ആരാ പറയാ? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പോയ സ്കൂളിലെ ഒരു ഇത് പറയാം മാം. ഓക്കെ, പറഞ്ഞു. ഞാൻ ട്രെയിനിങ്ങിന് പോയത് ഗവൺമെന്റ് സ്കൂളിലാണ്. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ ഫുൾ ഫ്രീഡം അവിടുത്തെ ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട് സാറ്. അവിടെ HMന്റെ നേരിട്ടുള്ള ഒരു ഇടപെടലൊന്നും ഇല്ല. KG സെക്ഷനിലോട്ട് അവര് ഇങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല. അവിടുത്തെ ടീച്ചേഴ്സിനാണ് അതിന്റെ എല്ലാ ഫ്രീഡവും കൊടുത്തിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കോമൺ ആയിട്ടുള്ള സ്കൂളിന്റെ ഇതൊക്കെ കാര്യങ്ങളല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ അവര് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ട ഒരു നിർബന്ധമൊന്നും അവർക്കില്ല. നമ്മുടെ ടീച്ചേഴ്സിന് ഫ്രീഡം ഉണ്ട്, എന്ത് കാര്യത്തിലും തീരുമാനം എടുക്കാനും എല്ലാം അവിടുത്തെ ടീച്ചേഴ്സിന് ഇതുണ്ട്. അപ്പൊ ടീച്ചേഴ്സിന്റെ കൂടെ അവരുടെ അടുത്തും കൂടെ ആലോചിച്ചിട്ടൊക്കെയാണ് HM ആ കാര്യങ്ങളൊക്കെ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ട എല്ലാതും ചെയ്യാനും തീരുമാനം എടുക്കാനുള്ള ഫ്രീഡം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഒരു ഇതുള്ളത് PTA ഒരു ഇടപെടലാണ് ഉള്ളത്. അവിടെ പുതിയ ടീച്ചേഴ്സിനെ നിയമിക്കണമെങ്കിലും അതുപോലെ എന്ത് കാര്യങ്ങളും തീരുമാനിക്കാൻ, അതുപോലെ ക്ലാസ് റൂമിലുള്ള എന്തെങ്കിലും ഒരു ആവശ്യമാണെങ്കിലും അവിടുത്തെ എന്ത് കാര്യത്തിലും ഉള്ള കൂടുതൽ ഇടപെടൽ നടത്തുന്നത് PTA ആണ്. PTA പ്രസിഡന്റ്, PTA മെമ്പർമാരൊക്കെയാണ് കൂടുതലായിട്ട് അവിടെ ഇടപെടൽ നടത്തുന്നത്. അതല്ലാതെ ഓഫീസിൽ നിന്നുള്ള നേരിട്ടുള്ള ഒരു സമ്മർദ്ദമൊന്നും അവർക്കില്ല. ജോലി ചെയ്യുന്നതിനനുസരിച്ച് അതിനുള്ള സമ്മർദ്ദമൊന്നും അവർക്കില്ല. അവരുടെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. ജസ്റ്റ് ഒരു സെക്കൻഡ് കേട്ടോ, ഇവിടെ എന്തോ സ്ക്രോളിങ്ങിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2-3 പേരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് നേരെ സ്ലൈഡിലോട്ട് പോവാം കേട്ടോ. നമ്മളിപ്പോ മാനേജ്മെന്റിന്റെ ഒരു മെത്തേഡാണ് പറഞ്ഞത്. ചില സ്കൂളുകളിൽ എങ്ങനെയാണ്, ചില സ്കൂളുകളിൽ മാസ്റ്റർ ആൻഡ് സെർവന്റ് ആയിരിക്കും, ചില സ്കൂളുകളിൽ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഉണ്ട്, ഞാൻ പറയുന്നില്ല. അതായത് മാസ്റ്റർ ആൻഡ് സെർവന്റ്, യജമാനനും അതുപോലെ തന്നെ സെർവന്റും എന്നതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു മാനേഴ്സ് ഫോളോ ചെയ്യുന്ന ധാരാളം സ്കൂളുകൾ കുറച്ചെങ്കിലും നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വർക്ക് ലോഡും മറ്റും കൊടുത്ത ആളുകളെ പണിയെടുപ്പിച്ച്, ടീച്ചേഴ്സിനെ പണിയെടുപ്പിച്ചിട്ട് എന്താ പറയാ, അവരൊരു ക്രൂരമായിട്ട് അവരെ ശിക്ഷിക്കുന്ന ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് ലീഡർ ആൻഡ് ഫോളോവേഴ്സ് പോലെയാണ്. അതായത് അവിടെ എന്താ പറയാ, ഒരു HM ഉണ്ടാവുമല്ലോ, ഒരു പ്രിൻസിപ്പൾ ഉണ്ടാവുമല്ലോ, അവരുടെ നേതൃത്വത്തിൽ ധാരാളം ടീച്ചേഴ്സ് ജോലി ചെയ്യുകയും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അവരുടെ കൂടെ നിന്ന് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഓരോ ജോലികളും ചെയ്ത് കാണാനായിട്ട് നമുക്ക് ഇപ്പൊ സാധിക്കുന്നത്.
ഒരു മെത്തേഡിൽ അങ്ങനെയാണ്. നമുക്ക് ആദ്യത്തെ ആ ഒരു മെത്തേഡ് ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ഇത് റയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ചില സ്കൂളുകൾ. പക്ഷെ എന്നിരുന്നാലും രണ്ടാമത്തെ ആ ഒരു രീതിക്കാണ് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ അത് നേരത്തെ നിത്യാനന്ദാസ് പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ നമുക്ക് രണ്ടാമത്തെ രീതിയാണ് കാണാൻ സാധിക്കുക. പ്രൈവറ്റ് സ്കൂളുകളിലാണ് കുറച്ചെങ്കിലും ആദ്യത്തെ രീതി ഉള്ളത്. കാരണം അവരുടെ അണ്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക് അതോറിറ്റി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഓക്കെ, ഇനി പലതരത്തിലുള്ള മാനേജ്മെന്റ് ഉണ്ട്. അത് ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം, എക്സ്പ്ലനേഷൻ തരാം. ഒരു 2 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പേഴ്സൺ ആണ്. സിംഗിൾ പേഴ്സൺ, അതായത് സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ് ആയിരിക്കുന്ന ഒരു സ്കൂള്. അതൊന്നില്ലെങ്കിൽ മെയിൽ ആകാം, അല്ലെങ്കിൽ ഫീമെയിൽ ആകാം, ജെന്റ്സ് അല്ലെങ്കിൽ ലേഡീസ് ആകാം. ഒരാളാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ ലീഡ് ചെയ്തത്, ഒരാളുടെ കൺട്രോളിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതിനെയാണ് സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എൻറ്റയർ സ്കൂളിന്റെ കൺട്രോള് ഒരു വ്യക്തിയിലായിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ്. ആ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അവിടുത്തെ കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്, ടീച്ചേഴ്സിന് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്, അവരെ എന്താ പറയാ അവരോട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ അപ്പ് ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഈ ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു വ്യക്തി, അത് പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആകാം, അവര് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേധാവിയായിട്ട് എൻറ്റയർ സ്കൂളിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ് സിസ്റ്റം. ക്ലിയർ ആണോ? ഒരു വ്യക്തിയായിരിക്കും കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ടീച്ചർ ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടി പറയാവോ? ക്ലിയർ ആയിട്ടില്ലേ? അതായത് ഒരു വ്യക്തി, അത് ചിലപ്പോ ഒന്നില്ലെങ്കിൽ ലേഡി ആകാം, അല്ലെങ്കിൽ എന്താ പറയാ പുരുഷനാകാം. ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ പുരുഷനോ അല്ലെങ്കിൽ ലേഡിയോ, ഇവര് ഏതെങ്കിലും ഒരു വ്യക്തി സ്ഥാപനത്തെ കൺട്രോൾ ചെയ്യുന്ന, എൻറ്റയർ സ്ഥാപനത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്, ഈ ഒരു സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ്. നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള സ്കൂളുകളൊക്കെ ഇത് എടുക്കാം. എന്താണ്, നമുക്ക് HM അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അല്ലേ എന്ത് ചെയ്യാ, കൺട്രോൾ ചെയ്യാം. ഒരു സ്കൂളിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ എൻറ്റയർലി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹെഡ് മിസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പളാണ്. അപ്പോ അത്തരം സ്കൂളുകളിൽ ടീച്ചറും അതുപോലെ ഈ ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു ഹെഡായിട്ട് നിൽക്കുന്ന ആളുകളും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഹെഡാണ് എന്ത് ചെയ്യുക, എൻറ്റയർ സ്കൂളിനെ
കൺട്രോൾ ചെയ്യുന്നത്, സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആകാം. ഓക്കെ. രണ്ടാമത്തേതാണ് അസോസിയേഷൻസ്, ട്രസ്റ്റ് ഓർ സൊസൈറ്റി. അതായത് ചില സമയത്ത് സ്കൂളിനെ കൺട്രോൾ ചെയ്യുന്നത് ചില അസോസിയേഷൻസ് ആയിരിക്കും. ഓക്കെ. മേ ബി കമ്മ്യൂണൽ ഓർ അർബൈൻ എന്ന് പറയുന്നുണ്ട്. അർബൈൻ ഇവിടെ പറയുന്നത് പോപ്പുലേറ്റഡ് എന്നാണ് കേട്ടോ. പോപ്പുലേറ്റഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒന്നിലധികം ആളുകൾ ചേർന്നിട്ട് സ്കൂളിനെ കൺട്രോൾ ചെയ്യുന്നതാണത് ഈ ഒരു അസോസിയേഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അതായത് ഇപ്പോ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യും? സ്കൂളുകൾ തുടങ്ങാം. അവരുടെ റിട്ടയർമെന്റിന് ശേഷം തുടങ്ങാം, സ്കൂളുകൾ തുടങ്ങാം. അതുപോലെ ബിസിനസ് ആയിട്ടുള്ള ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ പാർട്ട്ണർഷിപ്പ് ബേസിൽ എന്ത് തുടങ്ങാം? സ്കൂളുകൾ തുടങ്ങാം. അതുപോലെ തന്നെ ഫോറിനേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫോറിനേഴ്സ് എന്ന് പറയാനുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾ, അവരെന്ത് ചെയ്യാം? അവർക്ക് അവിടെ ഇൻകം കിട്ടുന്നുണ്ട് അല്ലെ, ഫോറിൻ രാജ്യങ്ങളിൽ പോയിട്ട് ഇൻകം കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു ഷെയർ കൊണ്ട് പാർട്ട്ണർഷിപ്പ് ആയിട്ട് എന്ത് ചെയ്യാം? നാട്ടിലെ സ്കൂളുകൾ തുടങ്ങാം. ഇത്തരം സ്കൂളുകൾ ഒരു ട്രസ്റ്റ് പോലെയാണ്, ഒന്നിലധികം ആളുകളുടെ ഷെയർ കൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണെന്ത്? ഈ ഒരു അസോസിയേഷൻ സ്കൂൾ അല്ലെങ്കിൽ ട്രസ്റ്റ് ഓഫ് സൊസൈറ്റി സ്കൂൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സ്കൂളുകളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ പരിചയത്തിലുണ്ടോ അങ്ങനത്തെ സ്കൂളുകളൊക്കെ ഉണ്ടാവും? ഒന്നിലധികം ആളുകളുടെ ഷെയർ കൊണ്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ. പല സ്ഥാപനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ സ്കൂളുകളും ഉണ്ട്. അതിനകത്ത് ചില എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിട്ടയർഡ് ആയിട്ടുള്ളവർ ചേർന്നിട്ട് എന്താ പറയാ രൂപപ്പെടുത്തുന്ന സ്കൂളുകള്, അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകള്, ചില ലേഡീസ് അവരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇങ്ങനെ സ്കൂളുകളൊക്കെ നിർമ്മിക്കാറുണ്ട്. ലേഡീസ് ക്ലബിന്റെ ഒക്കെ ഭാഗമായിട്ട് സ്കൂളുകളൊക്കെ നിർമ്മിക്കാറുണ്ട്. അപ്പൊ അത്തരം സ്കൂളുകളൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇവിടെ ടീച്ചർ എന്താ പറയാ ഈ ഒരു മാനേജ്മെന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വെക്കില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വെക്കില്ല ഈ ഒരു, കാരണം ഇവരെന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ആളുകളാണ്. അതായത് ഒന്നില്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരോ. അപ്പൊ അവര് ചിലപ്പോ പുറം രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടായിരിക്കും സ്കൂളിനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും കോണ്ടാക്ട് ഉണ്ടാവില്ല. അതാണ് അതിന്റെ പ്രത്യേകത. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാല് റിലീജിയസ് ഗ്രൂപ്പ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും റിലീജിയസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്, അതായത് ചില സ്ഥാപനങ്ങൾ, ചില സ്കൂളുകൾ എന്ന് പറഞ്ഞാല് റിലീജിയസിന്റെ ബേസിലായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ റിലീജിയസ് സ്കൂളുകൾ? കണ്ടിട്ടില്ലേ നിങ്ങള്? പഠിച്ചിട്ടുണ്ടോ അവിടെ? ഉണ്ട്, സിസ്റ്റേഴ്സിന്റെ ഒക്കെ നിറയെ സ്കൂളുകൾ ഉണ്ടാവും. അതുപോലെ എന്താ പറയാ, ഈ NSSന്റെ ഒക്കെ ഉണ്ട്. ഓക്കെ, NSSന്റെ സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട്, അതുപോലെ മുസ്ലിംസ്, അങ്ങനെ പല പല സ്കൂളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെയൊക്കെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ അത് എടുത്തൊരു കാര്യം പറയുന്നുണ്ട്, അത് ടോട്ടൽ റബ്ബിഷ് ആണ്. കാരണം റിലീജിയന് മാത്രമാണ് അവിടെ മുൻഗണന, അല്ലെങ്കിൽ ആ ഒരു മതത്തെ അല്ലെങ്കിൽ ആ പ്രത്യേക മതത്തെ പിന്താങ്ങിക്കൊണ്ടാണ് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഇതില് നമ്മുടെ ഈ ഒരു PDF പറയുന്നതാണ്, അവിടെ അതിന് മാത്രമാണ് മുൻഗണന, ആ ഒരു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ അത് തീർത്തും ശരിയല്ല. എല്ലാ സ്കൂളുകളിലും എല്ലാവരുടെയും ഏത് തരം റിലീജിയൻ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്കൂളുകളാവട്ടെ, ആ സ്കൂളുകളുടെ എയിം എന്ന് പറയുന്നത് അവിടെ വരുന്ന കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ്, അവരുടെ പ്രോഗ്രസ് ആണ്, അവരുടെ പീസ് ആൻഡ് ഹാർമണി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇത് തന്നെ അങ്ങനെ നമ്മൾ മനസ്സിലേക്ക് എടുക്കരുത് ഇതിനകത്ത് എഴുതിയ കാര്യങ്ങൾ കേട്ടോ. റിലീജിയൻ അവർ മുൻഗണന കൊടുക്കുന്നു, പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ചില ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഒരു ദിവസം ഉണ്ടാവും, വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ പ്രയറുകളൊക്കെ ഉണ്ടാവാം ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട്. അതുമായിട്ട്, അതായത് ആ സ്കൂളുകളിൽ പഠിക്കുന്ന ആ റിലീജിയൻപ്പെട്ട കുട്ടികൾ അതിന്റെ പ്രയറുകളും കാര്യങ്ങളും ചൊല്ലുക. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, അവര് പക്ഷെ കമ്പൽ ചെയ്യില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം, മൊറൽസിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ചില സ്കൂളുകളിൽ. അതുപോലെ തന്നെ ഹിന്ദുസിന്റെ ആയാലും മുസ്ലിംസ് സ്കൂളുകളിലൊക്കെ ആയാലും അവരുടേതായിട്ടുള്ള റിലീജിയനെ കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ടോട്ടൽ അവരുടെ ഓവറോൾ എയിം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെയും, അത് റിലീജിയൻ ബേസ് നോക്കുന്നില്ല, അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ്, പീസ് ആൻഡ് ഹാർമണി, ഇതിനാണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
അപ്പൊ ഇപ്പൊ ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ട് ഒരു സ്കൂളില് ഒരു ടീച്ചർ ചെല്ലുകയാണ്. ആ ടീച്ചർ ആ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആളല്ല, അല്ലെങ്കിൽ ആ ഒരു റിലീജിയനിൽ ഉൾപ്പെടുന്ന ആളല്ല. ചെല്ലുമ്പോൾ അവർക്ക് ഈ ടീച്ചർക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻസ് പിന്തുടരാൻ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, പോകാൻ പോകുന്ന സ്കൂള് അങ്ങനെ ഒരു സ്കൂളാണെങ്കിൽ അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. ഓക്കെ, ആരും നമ്മളെ കമ്പലൊന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ അവിടുത്തെ ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഓവറോൾ എങ്ങനെയാണ് പ്രവർത്തന പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞ് വെക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ എഗ്രി ചെയ്യുന്നല്ലേ? റിലീജിയൻ സ്കൂളുകളിൽ റിലീജിയൻ മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തവർ പഠിപ്പിക്കുന്നത്, അല്ലല്ലോ. അവരുടേതായിട്ടുള്ള വാല്യൂസ് അവരുടേതായിട്ടുള്ള വാല്യൂസ് അവർ കൊടുക്കുന്നുണ്ട്, റിലീജിയന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഓവറോൾ ഡെവലപ്മെന്റ് അല്ലെ, റിലീജിയൻ ബേസ്ഡ് അങ്ങനെ വേർതിരിവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. എന്താണ്, എല്ലാവർക്കും ഒരേപോലെയുള്ള വിദ്യാഭ്യാസമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് communication with the management. The teacher should not contact the top management often. Even with her prompt superior, daily duty is to wish in the morning and get permission while leaving from the school. അതായത് ടീച്ചർ എന്താ പറയാ, എപ്പോഴും ടോപ്പ് മാനേജ്മെന്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വെക്കണമെന്നില്ല. എപ്പോഴും നമ്മൾ മാനേജ്മെന്റുമായിട്ട് കോണ്ടാക്ട് വെക്കുമോ, വല്ലപ്പോഴൊക്കെയുള്ള മാനേജ്മെന്റ് പ്രതിനിധികള് സ്കൂളിൽ വരിക, ആ സമയത്ത് മാത്രമാണ് നമ്മൾ അവരോട് കോണ്ടാക്ട് വെക്കുക. പക്ഷെ നമ്മുടെ സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലെ, നമ്മുടെ ഹെഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരുമ്പോഴും സ്കൂളിൽ നിന്ന് പോകുമ്പോഴും അവരെ വിഷ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ആ വ്യക്തി ഇവിടെ നിൽക്കുകയാണ്, അപ്പൊ എന്ത് ചെയ്യും, വിഷ് ചെയ്യാം, ഗുഡ് മോർണിംഗ് മാം എന്ന് പറയാം അല്ലെ. കാരണം എന്താണ്, അവിടുത്തെ സുപ്പീരിയർ ആണ്, അവിടുത്തെ ഹെഡ് ആണ്. പോകാൻ പോകുന്ന നേരം അവരെ ഒന്ന് കണ്ടു കഴിഞ്ഞാല് ഞാൻ പോവാട്ടോ, ലീവ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ സോറി ഞാൻ ഇവിടുന്ന് പോവാട്ടോ, പോകാൻ സമയമായി എന്ന് പറയാ, ബൈ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന മാനേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, അവരുമായിട്ട് വെക്കുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇതിനടുത്തത് വായിച്ചു നോക്കുക, പാരന്റ്സ് ചിൽഡ്രൻ. രണ്ട് കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
അശ്വതി ബാബു എന്താണ് പറയുന്നത് പാരന്റ്സില്? പാരന്റ്സ് അശ്വതി ബാബു. ജീന ജിനു എന്താ മോളെ പറയുന്നത് പാരന്റ്സ്? മനസ്സിലായോ? വായിച്ചിട്ട് എന്താ മനസ്സിലായി? ജീന ജിനു. യെസ് മാം. ആ. ഇപ്പോൾ ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതിൽ അവര് പാരന്റ്സ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ പോലെയാണ്. അവർക്ക് ടീച്ചേഴ്സിന് പാരന്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അവരോട് വളരെ കാമായിട്ടും വളരെ ക്ഷമയോടുകൂടിയൊക്കെ ആയിരിക്കും ടീച്ചേഴ്സ് പെരുമാറുന്നത്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരോടുകൂടി. അപ്പം ഇപ്പം ഞാൻ പോയ സ്കൂളുകളിൽ തന്നെ ഞാൻ പോയ സ്കൂളിൽ കണ്ടിട്ടുള്ളത് അവിടെ പാരന്റ്സുമായിട്ട് അവർ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. അതായത് ദിവസം ഈ കുട്ടികളെ വിളിക്കാൻ വരുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിയുക, ഓരോരോ കാര്യങ്ങൾ അവർ ചോദിക്കാനും അവരുമായിട്ട് കുറച്ചു നേരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ടൈം അവിടെ ഉള്ള ടീച്ചേഴ്സ് കണ്ടെത്തുന്നുണ്ട്. അല്ലാതെ അപ്പോൾ ആ പാരന്റ്സുമായിട്ട് നല്ലൊരു ഒരു ബന്ധമുണ്ട് ടീച്ചേഴ്സിന്, കുട്ടികളായിട്ടും പാരന്റ്സായിട്ടും ഒക്കെ. ഇപ്പം കുട്ടികളാണെങ്കിലും വളരെ ബ്രില്യൻ്റ് ആണ്. അവർ സ്കൂളിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർ ചെന്ന് വീട്ടിൽ പോയി പറയുന്നുണ്ട്. അപ്പോൾ പണ്ടുള്ള ഒരു കാലത്തെ പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കതൊക്കെ വന്ന് പറയാൻ പേടിയായിരിക്കും. ടീച്ചേഴ്സ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന പല കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ പോയിട്ട് പറയാറില്ല. നമ്മൾക്ക് ഒരു പേടി ഉണ്ടാവും ഇത് സ്കൂളിൽ ചെന്ന് അറിയുന്ന സമയത്ത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു രീതിയല്ല. അവരെന്ത് കണ്ടാലും അവരത് വീട്ടിൽ പോയി പറയും. ഇങ്ങനെയാണ്. അപ്പോൾ അവരോട് നമ്മൾ പെരുമാറുന്ന രീതി പോലും അവര് പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല നമ്മൾ പെരുമാറുന്നതെങ്കിൽ അവരത് വീട്ടിൽ ചെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കുറെ ഇന്നത്തെ ഒരു തലമുറയായിട്ട് നമ്മൾ എന്താ പറയുക, അവരെ നല്ലപോലെ മനസ്സിലാക്കി വേണം അവരുമായിട്ട് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാനും അവരോട് എന്ത് നമ്മൾ പറയാനും ഒക്കെ. അപ്പോൾ ആ ഒരു രീതിയൊക്കെ. അപ്പോൾ ഇന്നത്തെ സ്കൂളുകളിലെന്ന് വെച്ചാൽ പാരന്റ്സ് എന്ന് പറയുന്ന അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബന്ധം സൂക്ഷിക്കാനാണ് ഇന്നത്തെ ടീച്ചേഴ്സ് ശ്രമിക്കുന്നത്. കുട്ടികളായിട്ടും പാരന്റ്സായിട്ടും നല്ലൊരു രീതിയിലുള്ള ബന്ധമാണ് അവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. മനസ്സിലായി. ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ പറയാനായിട്ട്? മനസ്സിലായ കാര്യം ഇതിന്ന് നിങ്ങൾ മിണ്ടാതിരിക്കരുത് കേട്ടോ, പറയണം. ചോദിക്കുമ്പോ പറയാ, റിപ്ലൈ ചെയ്യാ. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്റെ ഡ്യൂട്ടിയാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടിയൊക്കെ എന്താവാം, എനർജി ആവാം കേട്ടോ. എന്താ പറയാനുള്ളത്? അശ്വതി ബാബു ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, റിപ്ലൈ ഇല്ല. സജിത പ്രജിനെ, സജിത എന്താണ് പാരന്റ്സ്? ഇപ്പൊ ജീന പറഞ്ഞു, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ പാരന്റ്സിനെ കുറിച്ചിട്ട്? സജിത പ്രജിൻ, നിങ്ങളാരും മിണ്ടാറില്ലേ ക്ലാസ്സില്? ഓക്കെ, അത് ഇപ്പൊ മെയിൻ ആയിട്ട് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് പാരന്റ്സ് ആയിട്ട് നല്ല കമ്പനി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ഇപ്പൊ കുട്ടികളുടെ കാര്യം അറിയാനാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ വീട്ടിൽ അവരെങ്ങനെയാണ് ക്യാരക്ടർ, അങ്ങനെയെല്ലാം അറിയുന്ന പാരന്റ്സ് ടീച്ചേഴ്സ് ആയിരിക്കും. അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. പിന്നെ പണ്ടത്തെ കാലത്ത് എന്താ പറയുക, ഇതിനകത്തൊരു വേർഡ് പറയുന്നുണ്ട്, പാരന്റ്സിനെ കസ്റ്റമേഴ്സിനെ പോലെയാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അഭിപ്രായം? സജിതയൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു? ഒരിക്കലും അല്ല. എന്താണ് എന്താ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്ന കാലത്ത് വെറുതെ സ്കൂളില് ടീച്ചേഴ്സിന്റെ അടുത്ത് എല്ലാം ചോദിക്കും,
ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചോദിക്കുക, കുട്ടീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം അറിയുക, അങ്ങനെയൊന്നുമില്ല. പഠിക്കാൻ വന്ന് പഠിച്ച് അവരിന് ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് വെച്ചാല് എത്രത്തോളം പഠിപ്പിച്ചു തരും, നന്നായി പഠിപ്പിച്ചു തരും, അത്രമാത്രം. ഡീറ്റെയിൽ ആയിട്ട് ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു എന്താണ്, വേറെ ഇപ്പോ പഠിക്കാൻ കൂടുതൽ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ വേറെ പല സ്പോർട്സിലൊക്കെ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷെ ടീച്ചേഴ്സ് അങ്ങനെയൊന്നും കാണാറില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കാറില്ല. അങ്ങനെയൊക്കെയാണ് മനസ്സിലായത് അല്ലേ? ഞാൻ തന്നെ പറയാം. ഓക്കെ, താങ്ക് യു. ഞാൻ തന്നെ പറയാം. നേരത്തെ ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് പാരന്റ്സിന് നമ്മുടെ ആവശ്യമാണ് കുട്ടി ഇവിടെ പഠിക്കണം എന്ന് വെച്ചാൽ കുട്ടിയുടെ ഇവിടെ എന്റെ മോള് പഠിക്കണം എന്നുള്ളൊരു ആവശ്യം പാരന്റ്സിന് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ചേർത്തി അങ്ങനെ പഠിക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ടീച്ചേഴ്സ് എന്താ പറയുക, പാരന്റ്സിനെ അവര് ഈ കസ്റ്റമേഴ്സ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് കുട്ടികളില്ലെങ്കിൽ ജോബിനത് ബാധിക്കുന്നുള്ളത് വേറൊരു കാര്യമാണ്. കുട്ടികള് ഇപ്പൊ ഒരു സ്കൂളില് കുട്ടികളില്ലെങ്കിൽ ജോബിനെ അത് ബാധിക്കും. ഒരുപാട് കുട്ടികൾ കുറഞ്ഞാല് എന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്കൂളാണ് മെയിൻ ആയിട്ട് അങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോ അവര് കസ്റ്റമറെ പോലെ കാണുന്ന വെച്ചപ്പോ മെയിൻ ഒരു ഷോപ്പായാലും കസ്റ്റമറിനാണല്ലോ വാല്യൂ കൂടുതൽ കൊടുക്കുന്നത്. അതുപോലെ വാല്യൂ കൂടുതൽ കൊടുത്തോണ്ട് കസ്റ്റമേഴ്സിനെ പോലെ തന്നെ ഇപ്പൊ പാരന്റ്സിനെ അവര് കാണുന്നു എന്നുള്ളത് അങ്ങനെയാണ്. നേരത്തെ ഇപ്പൊ മോഡേൺ എഡ്യൂക്കേഷണൽ ഒരു ടൈപ്സും നേരത്തെ ഉള്ള ഒരു ടൈപ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വേറെ ആരെന്തോ പറയാൻ വന്നല്ലോ? നിത്യ പറയൂ. പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മളാണെങ്കിലും മാതാപിതാ ഗുരു ദൈവം പറഞ്ഞ പോലെ അന്ന് ആ ഒരു ലെവലായിരുന്നു. അതായത് ഗുരുക്കന്മാരെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനവും പേടിയും ഒക്കെയാണ്. നമുക്കൊരു കാര്യം തന്നെ സ്കൂളിൽ പോയിട്ട് പറയാൻ നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസ നിലവാരം തന്നെ നമുക്ക് ചോദിക്കാം, ഒരു പേടിയാണ്. ബഹുമാനത്തോടെ പുറത്ത് കാത്തുനിന്ന് നമ്മൾ ടീച്ചർമാരെ അത്രത്തോളം ഭയങ്കര ബഹുമാനത്തോടെ നമ്മൾ കണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാം ബിസിനസ്സാണ്. വിദ്യാഭ്യാസം അടക്കം ബിസിനസ് ആക്കിയിരിക്കുക. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ ഈ പറയുന്നത് തന്നെ എന്താണ് പാരന്റ്സ് കസ്റ്റമേഴ്സാന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സാണ് ഓരോ സ്ഥാപനങ്ങളും. അപ്പോൾ പാരന്റ്സിനാണ് അവിടെ മുൻതൂക്കം. അവർക്കാണ് എല്ലാത്തിനും എല്ലാം ഒരു എന്താ പറയാ, കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം പാരന്റ്സ് പറയുന്നതനുസരിച്ച് നമ്മൾ ടീച്ചർമാർ അതിനനുസരിച്ചാണ്. എന്ന് വെച്ചാൽ അവര് പേടിയോടുകൂടിയാണ് കാണുന്നത്. അതെ, നിത്യ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ പറയാം അതിന്റെ എക്സ്പ്ലനേഷൻ. ഗൗരി പറയാൻ വന്നായിരുന്നോ? അതെ ടീച്ചർ, എന്റെ അഭിപ്രായം പറയട്ടെ. പണ്ടൊക്കെ റെയർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുട്ടികൾ വേണമെങ്കിൽ വന്നാൽ മതി, വേണമെങ്കിൽ പോയാൽ മതി എന്നൊരു നിലപാടായിരുന്നു ടീച്ചേഴ്സിന്. അപ്പൊ എന്നാൽ ഇന്ന് ഒരുപാട് സ്കൂളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അവരുടെ നിലനിൽപ്പിന് കുട്ടികൾ അത്യാവശ്യമാണ്. മാനേജ്മെന്റ് എന്ത് പാരന്റ്സിനോട് പറയണോ ആ കാര്യങ്ങൾ മാത്രം ടീച്ചേഴ്സ് പറയാൻ പറ്റുള്ളൂ. മാനേജ്മെന്റ് തീരുമാനിക്കാത്ത കാര്യങ്ങൾ ടീച്ചേഴ്സ് പാരന്റ്സിനോട് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോ. നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നേ, ആദ്യത്തെ ലൈനിൽ തന്നെ പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് ആയിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിത്യ നേരത്തെ പറഞ്ഞു, പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് പറഞ്ഞിട്ട് ജീന അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ എന്താ പറയാ, ഭയങ്കര പേടിയായിരുന്നു പാരന്റ്സിന് സ്കൂളുകാരോട്, അല്ലെങ്കിൽ ആ സ്കൂളിലെ HM, ആ പ്രത്യേക ടീച്ചേഴ്സിന്റെ കാറ്റഗറി, അല്ലെങ്കിൽ അവിടെ ആ ഒരു സ്കൂൾ കൺട്രോൾ ചെയ്യുന്ന മറ്റു വിഭാഗങ്ങളിലുള്ള ആളുകൾ, അവരൊക്കെ എന്താണ് ഭയങ്കര പേടിയായിരുന്നു. അതായത് ഇപ്പൊ കുട്ടികൾ പഠിച്ചില്ല എങ്കിലും കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞില്ല എങ്കിലൊക്കെ എന്താണ് ഇവര് കംപ്ലൈന്റ് പറയും അല്ലെ, പാരന്റ്സിനെയും വഴക്ക് പറയാ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടാണ് കുട്ടികൾ ഇങ്ങനെയാണ്, അടിച്ചു വളർത്തണം കുട്ടികളെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ സ്കൂളിലേക്ക് പോവാൻ പോലും പേടിയാണ്. ചില സമയത്ത് പാരന്റ്സിനെ സ്കൂളിൽ വിളിപ്പിക്കും അല്ലെ, കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യും, വിളിപ്പിക്കുമ്പോഴും നന്നായിട്ട് എന്ത് പറയുന്നു, ഷൗട്ട് ചെയ്യുമായിരുന്നു ഓക്കെ പാരന്റ്സിനെ. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ്. എന്താ, പാരന്റ്സ് ആണ് സ്കൂൾ അധികൃതരെ വഴക്ക് പറയുന്നത്.
എന്തെങ്കിലും ഒരു കാര്യം കിട്ടി, അതിനിപ്പോ മുമ്പത്തെ പോലെ നമുക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റുമോ, അടിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നു. ഇപ്പൊ എല്ലാ അച്ഛനമ്മമാർക്കും ജോലിയുണ്ട്, പാരന്റ്സിന് എല്ലാവർക്കും. അത് വീട്ടിലെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, നല്ല വിദ്യാഭ്യാസമുള്ള പാരന്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത് അല്ലെ. നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റും. അവരുടേതായിട്ടുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഒരു കൊച്ചിനെ തല്ലിയെന്ന് വിചാരിക്കാം, ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല, അലമ്പുണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് ഒരു ടീച്ചർ വന്നിട്ട് അവരെ തല്ലി. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, കുട്ടികൾക്കായിട്ടുള്ള ഒരു കമ്മീഷൻ കാര്യം, ബാലാവകാശ കമ്മീഷൻ ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യാം, കംപ്ലൈന്റ് കൊടുക്കാം. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ജോലി പോകും. അതാണ്. അപ്പൊ നമ്മളത് കണ്ടുവരുന്നതാണ്. അപ്പൊ എപ്പോഴും ബിസിനസ് എന്ന രീതിയിൽ വളർന്നു വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നിയമങ്ങളുടെ പിന്തുണ കൊണ്ട് ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ചില സ്ഥാപനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്നത്തെ കാലത്ത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് പാരന്റ്സ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടത്, ഒരു സ്കൂൾ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അവരെ ഷൗട്ട് ചെയ്യുന്ന, ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അവർ ഷൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടീച്ചർമാര് ഇടയ്ക്ക് പാരന്റ്സിനെ പുറത്ത് വെച്ചൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു മോളിൽ വെച്ചിട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ വെച്ചിട്ടാകാം. അങ്ങനെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ചിട്ടാകാം. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ കുട്ടികളുടേതായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ വെച്ച് പറയാനായിട്ട് പാടില്ല. കുട്ടികളുടേതായിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും അത് സ്കൂളിൽ വിളിച്ചു വരുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നമ്മൾ പുറത്ത് പാരന്റ്സിനെ, നമ്മളിപ്പോ ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് നമ്മൾ പല പാരന്റ്സിനെയും കണ്ടെന്നിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കുട്ടിയെ കുറിച്ച് പറയാനായിട്ട് പാടുള്ളതല്ല. അതിന്റെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് സ്കൂള് തന്നെയാണ്. ഓക്കെ. അപ്പോ പാരന്റ്സ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. അവൻ ഇങ്ങനെയാണ്, അവൻ പഠിക്കുന്നില്ല, അതാണ് ഇതാണ് പുറത്തൊരു വേദിയിൽ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തൊരു പൊതുസ്ഥലത്ത് വെച്ചിട്ട് മീറ്റിങ്ങിന് അനുവദിക്കുന്നതല്ല. ഓക്കെ. അതുപോലെ തന്നെ എന്താ മോളെ പറയാനുള്ളത്? പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ ട്രെയിനിങ്ങിന് പോയ സ്കൂളില് ഞാൻ ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവിടെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കൊച്ചാ. ആ കൊച്ചിന് ചെറിയ രീതിയിൽ കള്ളമൊക്കെ പറയും. അത് വീട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഈ കൊച്ചിനെ സ്കൂളിലെ HM ടീച്ചറും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറും കൂടെ തല്ലീന്നും പറഞ്ഞ് കൊച്ചു വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞു. തല്ലിയിട്ട് കൈ എങ്ങാണ്ട് പൊട്ടിന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ വന്നിട്ട് വീട്ടിൽ നിന്ന് അവന്റെ ഫാദർ വന്ന് HM ടീച്ചറിനെ, പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഒക്കെ വഴക്ക് പറഞ്ഞ് കൊച്ചിനെ സ്കൂൾ മാറ്റിക്കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് വേറെ സ്കൂളിൽ ചേർത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവിടുത്തെ മാതിരി ഒന്നും പറ്റൂല. ഭയങ്കര കുസൃതി കൊച്ച്. മറ്റുള്ള പിള്ളേരെ അടിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര പൊരുവരുപ്പൻ സ്വഭാവം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇത് ടീച്ചർമാർ എന്നെ ഒന്നും ചെയ്തതല്ല, ഞങ്ങൾ പിള്ളേര് തമ്മിൽ അടി കൂടിയതാന്ന്. എന്നിട്ട് പേരൻസിനെ അറിഞ്ഞിട്ടും പേരൻസ് വന്ന് ടീച്ചർമാരെ ഒച്ചെടുത്തു. കുറച്ചൊക്കെ പിള്ളേരുടെ ഭാഗം നോക്കണം എന്നാ ഞാൻ പറയുള്ളൂ. ശരിയാണ്. ഓക്കെ. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഒരു ഇതുള്ളതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. കുറേയധികം കാര്യങ്ങളും സ്കൂളിലും അല്ലെങ്കിൽ ടീച്ചർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാമെങ്കിൽ കൂടിയും കുട്ടിയെ തല്ലി എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടിയെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അപമാനിച്ചു, അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അവിടെ പ്രസക്തമല്ല. അതാണ് നമ്മളെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. എന്താ ഇത് ടീച്ചർമാരൊന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് പഠിച്ചോണ്ട് വരാത്തപ്പോ ചിലപ്പോ വഴക്കുറി അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് എന്നിട്ട് പറഞ്ഞു അടിച്ച് കൈയും കാലൊക്കെ പൊട്ടിച്ചു വെച്ചെന്നും പറഞ്ഞാണ് വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞത്. എന്നിട്ട് വീട്ടുകാർ വന്ന് ടീച്ചർമാരെ ഒച്ചെടുത്ത് സ്കൂള് മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞപ്പോ കൊച്ചു പറയുവാണ്, ഇത് ഞങ്ങൾ ടീച്ചർമാരൊന്നും ചെയ്തതല്ല, ഞങ്ങൾ പിള്ളേര് തമ്മിൽ അടി കൂടിയതാന്ന്. എനിക്കും അങ്ങനെയാ ടീച്ചറെ. ഉണ്ടല്ലോ പണ്ടെന്ന് പറയുമ്പോ നമ്മുടെ കുട്ടികള് ഇച്ചിരി കൂടി, ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം കേട്ടോ, പണ്ടൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തല്ല് കിട്ടൂലോ എന്നുള്ള ആ ഒരു പേടി കൊണ്ട് ഇരുന്ന് പഠിച്ച് നമ്മൾ തന്നെ ഉത്സാഹിക്കുമായിരുന്നു. പേരൻസിന് വലിയൊരു, എന്നെ ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞുതരാൻ എന്റെ അമ്മയ്ക്ക് അച്ഛക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു 4ാം ക്ലാസ് വരെയൊക്കെയുള്ള പറഞ്ഞുള്ള വിദ്യാഭ്യാസം അവർക്കുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യാണ്, കുട്ടികൾക്ക് വേണ്ടി പേരൻസ് ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ ഓരോന്നുണ്ടാക്കി കൊടുക്കലും, അങ്ങനെ അധികവും നമ്മളുടെ സമയം ഇങ്ങനെ പോവാണ്. അപ്പൊ അന്നെന്ന് പറയുമ്പോൾ
ടീച്ചറിന് ഒരു പേടിയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പരിധി വരെ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി അവര് അറ്റാച്ച്ഡ് ആണ്, കുട്ടികളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. പക്ഷെ എങ്കിൽ പോലും പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞൊന്നും പറഞ്ഞ് നമ്മളൊന്നും ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പിണങ്ങി വീട്ടു വിട്ടിറങ്ങി പോവും അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല. 2 കല്ല് കൊണ്ടാലും പിറ്റേ ദിവസം ടീച്ചറെ ഒന്നും വിളിച്ചുകൊണ്ട് നമ്മൾ ചെല്ലും. ഇന്നത്തെ കാലത്ത് കുട്ടികളെ എന്തേലും വന്ന് ഒരു നിസ്സാര കാര്യം ടീച്ചർ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ക്ലാസ്സിലെ കൂട്ടുകാരി മിണ്ടിയില്ല, ഓടിപ്പോയി തൂങ്ങി ചത്തു, അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങി, അങ്ങനെ ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കുമ്പം പണ്ടത്തേതും ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് പണ്ടത്തെ ഇതെന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം ഉണ്ട്. അതുപോലെ പേരൻസിനാണേലും ഒരു ഭയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ടീച്ചർ എന്ന് പറയുന്നത് പറയാറില്ല, ഒരു അമ്മയുടെ ഒരു സ്നേഹം, അങ്ങനെ ഒരു ഇതും കൂടി നമ്മള്. പക്ഷെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഇത് കൊള്ളില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നാലും ഒരു ചില പിള്ളേരൊക്കെ ഇങ്ങനെ പറയണൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒരുപോലെ ദോഷമാണ് താനും, എന്നാ രണ്ടും ഒരുപോലെ നല്ലതാണ് താനും. പക്ഷെ കുട്ടികൾക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് നമുക്കൊക്കെ ഇപ്പം എന്തേലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കത് തരണം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പണ്ടത്തെ ഉള്ള ടീച്ചേഴ്സിന്റെ, അല്ലെങ്കിൽ നമ്മുടെ എന്നെയൊക്കെ മടക്കലൊക്കെ വെട്ടി പൊത്തോന്നും പറയും. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും എനിക്കിട്ട് തല്ലും. കാര്യം 10-30 വയസ്സായി എന്ന് പറഞ്ഞ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ എന്താ നമ്മളവിടെ നിന്ന് കൊള്ളുകയുള്ളൂ, നമുക്കൊന്നും പറയാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഇന്നത്തെ പിള്ളേര് അങ്ങനെ തല്ലാൻ പറ്റുമോ? ഞാൻ എൻ്റെ മകൻട്ടൊന്ന് കൊടുത്താൽ അപ്പ എനിക്ക് 2 തിരിച്ചു തരും. കാര്യം അവനാണ് പഠിക്കുന്നത്. എന്നാൽ ബഹുമാനമുണ്ട്. അങ്ങനെയല്ല, തമാശക്കാണേലും അവൻ പതുക്കെ ഒന്ന് തോളത്തിട്ട് അടിച്ചിട്ടേ അവൻ പോകത്തുള്ളൂ. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ അമ്മ എന്നെ തല്ലിയ ഞാൻ അവിടെ നിൽക്കുകയുള്ളൂ. കാരണം എനിക്ക് പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ സ്നേഹം ഇല്ലാതെ അങ്ങനെയല്ല, അതാ ഒരു ബഹുമാനത്തിന്റെയാണ് കേട്ടോ. എൻ്റെ അമ്മ, ഞാൻ ഓടുമായിരുന്നേ, ഞാനിങ്ങനെ ഓടും, എന്നെ തല്ലാൻ നേരത്ത് ഞാൻ ഓടും, ഭയങ്കര സ്പീഡിൽ ഞാൻ ഓടും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എന്നെ കിട്ടില്ല, പിടിക്കാൻ കിട്ടില്ല. എന്നിട്ട് അമ്മ കല്ല് പറക്കി കൂട്ടി വെച്ചിട്ട് എന്നെ എറിഞ്ഞു വീഴ്ത്തുമായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ ഇപ്പോഴും പറയുന്നുണ്ട്, ചൂലൊക്കെ വെച്ചിട്ട് എനിക്കിട്ട് അടിച്ചിട്ട് ഈർക്കിളിയൊക്കെ എൻ്റെ കാലിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട്. അന്നേരം എൻ്റെ അമ്മ അത് പറയും. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ചെറിയ കാര്യം. പക്ഷെ നമ്മളത് പിടിച്ചു നിൽക്കുന്നത് ഒരു പരിധി വരെ നമ്മളെ അങ്ങനെ ശീലിപ്പിച്ചതാണ്. മാനസികമായിട്ട് നമുക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മക്കളെ കൊണ്ട് വഴക്ക് പറഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ നമ്മൾ കയ്യെ കാലേ പിടിച്ച് നമ്മൾ പോണം, ചോറൂട്ടാനും അങ്ങനെ ഇങ്ങനെ നമ്മൾ കൊഞ്ചിച്ച് പിറക്കി പോണം. ഇതെന്നൊക്കെ പറഞ്ഞ വേണ്ടെങ്കിൽ തിന്നണ്ട, പക്ഷെ നമ്മൾ വിശന്ന് പിന്നെ പോകും തിന്നാൻ. അങ്ങനെ ഒരു വ്യത്യാസങ്ങളുണ്ട്. അവർക്കറിയാൻ വരുമെന്നല്ലേ, തിന്നാനായിട്ട് വരുമെന്ന് അവർക്ക് നല്ല ധാരണയുണ്ടാവും അല്ലെ? അതേപോലെ തന്നെ ഒരു സാധനമൊക്കെ നമ്മൾ മേടിക്കാൻ, എൻ്റെ അമ്മ ഇപ്പോഴും പറയുവേ, ഒരു സാധനം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വാശി. പക്ഷെ എൻ്റെ അതും എൻ്റെ അനിയനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും കിട്ടി, പള്ളിപ്പറമ്പാണോ അമ്പലപ്പറമ്പാണോ ഒന്നും നോക്കില്ല, അവിടെ അങ്ങ് വീഴുവോ, ചെളിയാണോ എന്താണോ ഒന്നും അറിയണ്ട, അങ്ങ് വീണു മക്കള്. പേരൻസിന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊന്നുമില്ല. ഇപ്പോഴും എൻ്റെ അമ്മയോട് ഒരു പൈസ, എന്തേലും അമ്മ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ പറയും പണ്ടും അങ്ങനെ, ഇപ്പോഴാണ് പെണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. അങ്ങനെ നമുക്കങ്ങനെ പേരൻസിനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു, ടീച്ചേഴ്സിനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഞങ്ങളൊരു എടിപൊടി ബന്ധമെന്ന് വെച്ചാൽ ടീച്ചർമാരൊക്കെയാണ് നമുക്ക്. പിന്നെ അന്നെന്ന് ഇപ്പെന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ കാര്യങ്ങള്, വീട്ടുവിശേഷങ്ങള് എല്ലാം അറിയാം, ടീച്ചേഴ്സിന്റെ വീട്ടിലെ കാര്യങ്ങള്. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ നമുക്കൊന്നും അറിയില്ല. ടീച്ചറിന്റെ പേര് അത് മാത്രമേ എനിക്കൊക്കെ അറിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അവരുടെ പിള്ളേരുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യും, അവര് വീട്ടിൽ വരും, നമ്മൾ പോകും അവരുടെ അടുത്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പരിധി വരെ 2 കൊടുത്ത് പഠിപ്പിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ദീപ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഓർമ്മ വന്നാണ്. പിള്ളേർക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇത് എടുത്തു കളഞ്ഞു, ഓൾ പാസ് സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ ഗവൺമെന്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളിലൊക്കെ കുറച്ചു നാൾ മുമ്പ് വരെ. ഇനി തുടങ്ങിയില്ലെന്നാണ് പറയുന്നത്, ഗവൺമെന്റ് അത് മാറ്റി. അപ്പൊ കുട്ടികൾക്ക് പ്രത്യേകിച്ചും പേടിയില്ല. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ പഠിക്കാൻ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവണത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുട്ടികളോട് നമ്മൾ പഠിക്കാൻ പറയുമ്പോൾ കുട്ടികൾ പറയും, എന്തിനാ പഠിക്കുന്നേ, ഞാൻ എന്തായാലും പാസ്സാവും. അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഞാൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്താണ്, ഞാൻ എന്തായാലും അവരെന്നെ പാസ്സാക്കും. 9th സ്റ്റാൻഡേർഡ് ആവുമ്പോഴാണ് കുറച്ചുകൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടത്, അതുവരെ എന്താണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ആണ്. എങ്ങനെയെങ്കിലൊക്കെ ഒരു പാസ് മാർക്ക് കിട്ടും എന്നുള്ള ഒരു ധാരണ അവർക്ക് എന്തായാലും അത് കിട്ടും, അത് തരും. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ടീച്ചറെ വിളിച്ച് പറയും, ഞാൻ ഇന്ന് ടീച്ചറെ വിളിച്ച് പറയൂടാ, നീ പഠിച്ചില്ലല്ലോ, അമ്മ ടീച്ചറെ വിളിക്കും, അല്ലെങ്കിൽ അമ്മ ടീച്ചറെ വിളിക്കും, അല്ലെങ്കിൽ അച്ഛൻ ടീച്ചറെ വിളിക്കും, ഞാനൊന്ന് കാണട്ടെ.
ഇപ്പൊ ടീച്ചേഴ്സിനൊന്നും കുട്ടികൾക്കൊന്നും ഒരു പേടിയില്ല. ഇല്ല. അതാണ് മുമ്പൊക്കെ നമ്മുടെ കാലത്തൊക്കെ ആണെങ്കിൽ എന്തോരം ബുദ്ധിമുട്ട് അല്ലേ, നമ്മളെന്തോരം പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊറേ പേരൻസ് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷമം എന്ന് പറയുമ്പോഴത്തേനും ടീച്ചേഴ്സിനെ വിളിച്ച് ചീത്ത പറയാം. നമുക്ക് ഒരാളെ രണ്ടാളെ പോലും വീട്ടിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്. അപ്പൊ ഈ 10-30 കുട്ടികൾ 35 കുട്ടികളൊക്കെ ഒരു ടീച്ചർ ഒരു 45 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ സഹിച്ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിന്റെ ഇപ്പൊ KG സ്റ്റുഡൻസിനാണെന്നുണ്ട്. ഞാനിപ്പോ ട്രെയിനിങ്ങിന് പോയത് CBSE സ്കൂളായിരുന്നു. അപ്പൊ അവിടെ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ടീച്ചേഴ്സിനായിട്ട് നല്ല മിംഗ്ലിംഗ് ആണ്. വീട്ടിലത്തെ കാര്യങ്ങൾ പറയേ, അങ്ങനെ അതുണ്ടായി മിസ്സേ മാം, അങ്ങനെ എന്റെ വീട്ടില് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറയും. പക്ഷെ ചില കാര്യങ്ങളൊക്കെ കുട്ടികളെ നമ്മൾക്ക് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ കുറുമ്പുള്ള മക്കൾ കുറെ ഉണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് അവരെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നാലും എത്ര അവരെ നോക്കിയിരുന്നാലും എന്താ പെട്ടെന്ന് ചെയ്യണേന്ന് നമുക്കറിയില്ല. നമുക്ക് ഒരു ദിവസം ഇതുപോലെ ഒരു ഒന്നും അറിഞ്ഞിട്ടില്ല. ടീച്ചേഴ്സ് ആരും ഒന്നും അറിഞ്ഞു. ഞാനും ഉണ്ടായിരുന്നു, ആ ക്ലാസ്സിലത്തെ ടീച്ചറും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ 2 പേരും അറിഞ്ഞിട്ടില്ല സംഭവം. പിറ്റേ ദിവസം ഈ ഒരു കുട്ടി വേറൊരു കുട്ടീനെ കടിച്ചതാ, ഒരു പെൺകുട്ടി. അത് കടിച്ചിട്ട് ആ കടിച്ച കുട്ടി, കടി കിട്ടിയ കുട്ടി വീട്ടിൽ പോയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കടിച്ച കുട്ടി അതിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേരന്റ് കടി കിട്ടിയ കുട്ടിയുടെ അമ്മക്ക് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ആ പേരന്റ് ടീച്ചർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായി, ടീച്ചേഴ്സ് നോക്കണില്ല, ആ കുട്ടി പറഞ്ഞ കാരണം കൊണ്ട് അറിഞ്ഞത് എന്റെ മോൾക്ക് കടിച്ചെന്ന്. അങ്ങനെ ഭയങ്കര പ്രശ്നം. അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാണ്. കുട്ടികൾ ഈ ചെറുതൊന്നും നമ്മൾ അറിയണില്ല, കുട്ടികൾ തമ്മിൽ അടുത്തടുത്ത് ഇരുന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും. പക്ഷെ അതൊക്കെ വലിയ വലിയ പ്രശ്നമാക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സിന് ഒന്നും പറയാനില്ല, അവരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്. അപ്പൊ അവർക്കൊന്നും ഇപ്പൊ അങ്ങനെയാണല്ലോ, ഒന്നും ചെയ്യാൻ പാടില്ല കുട്ടികളെ ചില കുട്ടികളെ കുറുമ്പാണെങ്കിൽ ഭയങ്കര കുറുമ്പാവും. നമ്മളൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ നിക്കാണ്. അപ്പൊ ഇതാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഞാൻ എന്റെ മോനോട്, ആള് നന്നായിട്ട് പഠിക്കും, പക്ഷെ ഭയങ്കര മൊബൈൽ കളിയുണ്ട് ഇടച്ചിൽ. ഞാൻ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്തൊക്കെ അപ്പൊ തന്നെ മൊബൈൽ എടുത്ത് കളിക്കും. പിന്നെ രാവിലെ എനിക്ക് ആ സമയത്ത് അപ്പൊ തന്നെ മൊബൈൽ നോക്കണം, ആ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ, ഞാൻ ടീച്ചറോട് പറയും, ഞാൻ ടീച്ചറോട് പറയൂട്ടോ, ഞാൻ വാണിംഗ് കൊടുക്കൂട്ടോ, ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു, അയ്യോ വേണ്ട അമ്മേ പറയണ്ട. ഭയങ്കര പേടിയുള്ള ആളാ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ എന്താ പറയാ, തലറങ്ങി വീണു. സ്കൂളിൽ തലറങ്ങി വീണു. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല, നിങ്ങൾക്ക് ഞാൻ എംറ്റി എടുത്തോണ്ടിരിക്കുക. അപ്പോഴെനിക്ക് കോൾ വന്നത് തലറങ്ങി വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് തോന്നി എന്താണ് ചിലപ്പോ അന്ന് ഒരാഴ്ചയോളം പനി പിടിച്ചിട്ടാണ് പുള്ളി സ്കൂളിൽ ചെന്നത്. അപ്പോ എന്തെങ്കിലും എക്സാം ഒക്കെ നടത്തിയപ്പോ പേടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും തലറക്കുന്നത്. പക്ഷെ ഭക്ഷണം കഴിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഞാനിങ്ങനെ ആ ഒരു ടീച്ചർ എന്നെ വിളിച്ചപ്പോ എന്താണ് ഭക്ഷണം കൊടുത്തില്ല? ഞാൻ പറഞ്ഞു ഭക്ഷണം എപ്പോഴും കൊടുക്കുന്നതാണ്, അന്ന് അവര് വേണ്ടായിരുന്നു തിന്നാനായിട്ട്, അതുകൊണ്ടാണ് കൊടുക്കാനത്, നിർബന്ധിച്ച് ഞാൻ കഴിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുത്തിട്ട് വേണം കുട്ടിയെ വിടാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ ഒരു കാര്യം സൂചിപ്പിച്ചു, ഇങ്ങനെ മൊബൈലുകൾ കുറച്ച് കൂടുതലാണ്, ടീച്ചർ ഒന്ന് പറയണം, അവനെ ഒന്ന് വാൺ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാന്ന് പറഞ്ഞു ടീച്ചർ. അത് കഴിഞ്ഞ് 1, 2, 3 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, കുട്ടിക്ക് ഒരു മാറ്റമില്ല, അവൻ മൊബൈൽ എടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഞാൻ ഒരു ദിവസം ചോദിച്ചു, 3-ാമത്തെ ദിവസം ഞാൻ ചോദിച്ചു മോനോട്, മോനെ എന്നോട് ടീച്ചർ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ മൊബൈലിന്റെ കളിയെ കുറിച്ച് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ടീച്ചർ ഒന്നും പറഞ്ഞു. ടീച്ചർ എന്നോട് ചോദിച്ചു, നീ മൊബൈൽ കളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അത്രയും മാത്രമേ ടീച്ചർ ചോദിച്ചുള്ളൂ. കാരണം അവർക്ക് വാൺ ചെയ്യാനോ അല്ലെങ്കിൽ കുത്തി അല്ലെങ്കിൽ കുട്ടികളെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനോ ഒന്നും അവർക്ക് പറ്റില്ല. അതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? ഗവൺമെന്റ് നമ്മുടെ കൊടുക്കുന്നുണ്ട്. കുട്ടികളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല, കുട്ടികളെ ക്രൂഷ്യലായിട്ട് ശിക്ഷിക്കാൻ പാടില്ല, അവരൊരു വാക്കുകൊണ്ട് പോലും നോക്കിപ്പിക്കാനായിട്ട് പാടില്ല. പിന്നെ അതുമല്ല, ഇപ്പൊ കുട്ടികളോട് അങ്ങനെ മൊബൈൽ യൂസ് ചെയ്യരുതെന്ന് ഇപ്പൊ ടീച്ചേഴ്സിനും പറയാൻ പറ്റില്ല. എന്താ വെച്ചാ ക്ലാസ്സിലും ഇപ്പൊ ടീച്ചേഴ്സ് മൊബൈൽ യൂസ് ചെയ്തിട്ടാ ഓരോ കാര്യങ്ങളും അപ്പ ആബ്സെന്റീസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഗ്രൂപ്പിലിടുക. അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് കുട്ടികളുടെ സ്റ്റഡീസിന് തന്നെ ഭാഗമായിട്ട് ഓരോന്ന് ഫോണിൽ നോക്കിയിട്ട് തന്നെ ക്ലാസ്സിൽ, ഇപ്പൊ ഞാൻ പോയ സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സിന്റെ കയ്യിൽ ഫോണാ. ക്ലാസ് ടൈമിലാണെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനാണെങ്കിലും ടിവിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഒക്കെ കയ്യിൽ ഫോണാ. കുട്ടികളും തന്നെയാണ് കാണുന്നത്, വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾ കാണുന്നത്, സ്കൂളിൽ വരുമ്പോഴും കുട്ടികൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു ചെറിയ ഭാഗം കൂടി എടുക്കാനായിട്ട്, ചിൽഡ്രൻ എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിലേക്ക് കടക്കും കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കുറെ കാര്യങ്ങൾ ഇന്ന് പഠിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തു. ഇങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് ഇനിയും പറയാം അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മുടെ ക്ലാസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുമ്പോട്ട് പോകും. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക് യു.
താങ്ക് യു മാം. താങ്ക് യു മാം. കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ അസൈൻമെന്റ് എന്തോ ഞാൻ ഇന്നലെ വിട്ടുപോയി പറയാൻ. ആ കുട്ടി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ? പേരെന്തായിരുന്നു ആ കുട്ടിയുടെ? അറിയാമോ? അസൈൻമെന്റ് എന്തോ സബ്മിറ്റ് ആയിട്ടില്ലെന്നോ? അറിയില്ല അല്ലെ, ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, നോക്കാം. താങ്ക് യു കേട്ടോ. മൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു മാം.